നമ്മുടെ ഈ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടേ എത്ര രാജ്യങ്ങൾ നമുക്ക് സന്ദർശിക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാം. എന്റെ ചോദ്യം എത്രയാണ്? ഈ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് വിസ ഇല്ലാതെ നമുക്ക് എത്ര രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇന്ത്യന്റെ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് 55 രാജ്യങ്ങൾ വിസ ഇല്ലാതെ ട്രാവൽ ചെയ്യാം. നമ്മള് റാങ്കിങ്ങിൽ 85-ാം സ്ഥാനമാണ്. 2025 85 ആയിരുന്നു. 2026 ജനുവരിയിലായപ്പോൾ അത് 80-ാം സ്ഥാനം. അതായത് നമ്മുടെ പാസ്പോർട്ടിന്റെ റാങ്കിങ് ലോക രാജ്യങ്ങളിൽ വെച്ചിട്ട് 80-ാം സ്ഥാനമാണുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ്, ആരാണ് ഈ റാങ്കിങ് നിശ്ചയിക്കുന്നത് വെച്ചാല് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട്, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ളത്. അവരും അയാട്ട, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അയാട്ട കൊടുക്കുന്ന കണക്കനുസരിച്ച് അത് വെരിഫൈ ചെയ്തിട്ട് വർഷാവർഷവും അവർ ഓരോരോ പാസ്പോർട്ടിന്റെ റാങ്കിങ് നിശ്ചയിക്കും. അങ്ങനെയാണ് നമുക്ക് 80-ാം റാങ്കിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതില് നമ്മൾക്ക് സഞ്ചരിപ്പി 55 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടറാവും, 55 രാജ്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വളരെ ചുരുക്കം കുറച്ച് രാജ്യങ്ങളുള്ളൂ. കുറെ നമുക്ക് തന്നെ പേരറിയാത്ത, നമ്മൾ പേര് കേൾക്കാത്ത കുറെ ആഫ്രിക്കൻ ഐലൻഡുകളും അങ്ങനെയുള്ള കുറെ രാജ്യങ്ങളും. ഫെമിലിയർ ആയിട്ടുള്ള പേരുകൾ ഒന്ന് നമുക്ക് മലേഷ്യ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് എന്നും പരിചിതമായിട്ടുള്ളതും ആൾക്കാർ നിത്യമായി പോവാൻ ചാൻസ് ഉള്ളതുമായ സ്ഥലങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പൊ 55 രാജ്യങ്ങൾ എന്ന് കേട്ടിട്ട് നിങ്ങൾ നാളെ തന്നെ നമുക്കിത് ഇത്ര രാജ്യങ്ങളുണ്ടെന്ന് സന്തോഷിക്കണ്ട. ഇനി ലോകത്തിലെ 1-ാം നമ്പർ സ്ഥാനം ആർക്കാണെന്നുള്ളൊരു ചോദ്യം അപ്പോൾ അവിടെ വരും. പാസ്പോർട്ടിന്റെ ഇൻഡെക്സിൽ സിംഗപ്പൂരാണ്. സിംഗപ്പൂർ നാഷണലിന് പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട്, അവരുടെ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് ടിക്കറ്റും എടുത്ത് നേരെ കയറി പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ 192 UN-ന്റെ കണക്കനുസരിച്ച് ഔദ്യോഗികമായിട്ട് 195 രാജ്യങ്ങളാണ് നമ്മൾക്ക് ഇവിടെ ഉള്ളത്. 195 രാജ്യം. അതിൽ 200 202 എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പക്ഷെ 195 രാജ്യങ്ങളിലെ 192 രാജ്യങ്ങളും നമുക്ക് സിംഗപ്പൂർ പാസ്പോർട്ടിന് അവർക്ക് ടിക്കറ്റ് എടുത്തിട്ട് വിസ ഇല്ലാതെ ട്രാവൽ ചെയ്യാം. പിന്നെ രണ്ടാമത് വരുന്നത് ജപ്പാനാണ്. ജപ്പാന് 188 രാജ്യങ്ങൾ സന്ദർശിക്കാം ജപ്പാൻ നാഷണലിൽ അവരുടെ പാസ്പോർട്ട് മാത്രം ഉപയോഗിച്ചു. പിന്നെ ഉള്ളത് സൗത്ത് കൊറിയയാണ്, അവർക്ക് 188. നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള രാജ്യം UAE 184 രാജ്യങ്ങൾ അവരുടെ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് നോക്കാം. ഇതെങ്ങനെ നോക്കുന്ന വെച്ചാൽ അവരുടെ മറ്റേ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് ഓൺ അറൈവലും വിസ ഉണ്ട്. 2 തരത്തിൽ വിസ ഉണ്ട്. ഒന്ന് നമുക്ക് ആ പാസ്പോർട്ടിൽ മാത്രം അവരവിടുന്ന് സീലടിച്ചു തരും, അല്ലെങ്കിൽ ഓൺ അറൈവലിൽ വിസ കിട്ടും. ഇങ്ങനെ രണ്ടും നോക്കിയിട്ടാണ് ഇപ്പൊ ഈ 192 188 എന്നുള്ള 184 എന്നുള്ള നമ്പറുകളൊക്കെ ഇതാക്കിയത്. ഇനി ഇതിന്റെ എന്തുകൊണ്ടാണ് നമ്മുടെ പാസ്പോർട്ടിന് ഈ 80-ാം റാങ്ക് അല്ലെങ്കിൽ 85-ാം റാങ്ക് എന്നുള്ളത്? ഇത് നോക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അവിടുത്തെ കുടിയേറ്റ ഭീതികൾ, അവിടുത്തെ സാമ്പത്തികം, നയതന്ത്രം, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു അവസ്ഥ വരുന്നത്, റാങ്കിങ് എടുക്കുന്നതിന്റെ അവസ്ഥ വരുന്നത്. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ പണക്കാർക്കും പാവപ്പെട്ടവർക്കും 2 നിയമമാണ് അത് നമ്മുടെ പ്രശ്നം കൊണ്ടല്ല. നമ്മുടെ പാസ്പോർട്ടിന് അവർക്ക് അത്ര വിശ്വാസ്യതയില്ല. നമ്മളിപ്പോ യൂറോപ്പിൽക്കോ US-ൽക്കോ വിസക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം, ബാങ്കിലെ ഡെപ്പോസിറ്റ് കാണിക്കണം, IT അതായത് ഇൻകം ടാക്സ് അടച്ചതിന്റെ കാണിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് യൂറോപ്പ് US രാജ്യങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഒരു പൗരന് നമ്മളൊരു നാട്ടിലേക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യക്കാർക്കൊക്കെ നമ്മളെക്കാട്ടും ചെറിയ രാജ്യങ്ങളാണ് ഇപ്പൊ ഈ സിംഗപ്പൂർ, ജപ്പാന്, സൗത്ത് കൊറിയ. അവർക്കൊക്കെ എല്ലാ രാജ്യങ്ങളിലും വെറും പാസ്പോർട്ട് മാത്രം ഉപയോഗിച്ച് നമ്മളെ ഇന്ത്യ രാജ്യം സാംസ്കാരികപരമായിട്ട് എത്രയോ മുന്നിലാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് നമ്മൾ മുന്നിലാണ്. പക്ഷെ നമ്മുടെ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങോട്ടും പോകാനോ അല്ലെങ്കിൽ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് പോകാനേ പറ്റുള്ളൂ. ഇപ്പോൾ ബഹുമാനപ്പെട്ട മോദിജി, എനിക്ക് തോന്നുന്നത് 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം 2005 അദ്ദേഹത്തിന് തന്നെ അമേരിക്ക വിസ നിഷേധിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു സമയം വരാനുണ്ട് നമ്മുടെ നാട്ടിലേക്ക്, അത് ഇന്ത്യയിലേക്ക് വിസക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന മറ്റു രാജ്യക്കാർ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണം തന്നെയാണ് എനിക്കും ഹൃദയത്തിൽ തട്ടി പറയാനുള്ളത്. അതേമാതിരി തന്നെ നമ്മുടെ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള ഒരു സുദിനം നമുക്ക് വരും എന്ന് തന്നെ വിശ്വസിക്കാം.